ലോകം നമ്മളെ എന്തുമാത്രം മലീമസമാക്കാം, എന്തുമാത്രം കെയർലെസ്സാക്കാം, അങ്ങനെ ഒത്തിരിയേറെ നടപടിക്രമങ്ങളുമാണ് ലോകം കുതിക്കുന്നത്. പുതിയ പുതിയ പ്രലോഭനങ്ങളും പുതിയ പുതിയ തരത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കണം. എന്താ കാര്യം? ഇത്രയും വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിലംഘിക്കുന്ന അഭിഷേകമാണ് നമുക്ക് തരാൻ പോണത്. ലോകത്തിൽ എന്തുമാത്രം വിശുദ്ധിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ നീ കേൾക്കണം. എന്താ കാര്യം? ഈ ലോകത്ത് വിശ്വാസം ജീവിക്കാനും വിശുദ്ധിയോട് ജീവിക്കാനും എന്തുമാത്രം വെല്ലുവിളികൾ ഉയർന്നുയർന്ന് വരുന്നുവോ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അതിനേക്കാൾ അധികമായിട്ടുള്ള അഭിഷേകം കണ്ട് ദൈവം തരണത്. ഞാൻ ഈ ദിവസങ്ങളിൽ ദമ്പതികളെ കണ്ടു. അവരെന്നെ കാണാൻ വന്നതാണ്. അവരെ കാണാൻ വന്നത് അവർക്ക് ഞാൻ പ്രൈവറ്റ് ഓഡിയൻസ് കൊടുത്തു. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹുസലിൽ ധ്യാനിപ്പിക്കുമ്പോൾ 75 കിലോമീറ്റർ അകലെ നിന്ന് ഇവരെനിക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണം കൊണ്ടു തരും. 75 കിലോമീറ്റർ അകലെ. അപ്പോൾ അല്ലെങ്കിൽ മലയാള ഭക്ഷണം കൊണ്ടു തരും. രാവിലെ അവർ വെളുപ്പിന് വൈകുന്നേരം രാവിലെ 7 മണിക്ക് അവരെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തരും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എനിക്കറിയാം ഞാനോർത്ത് ഇവരെവിടെ നിന്ന് അടുത്തുനിന്ന് വരുന്നവരാണെന്ന് വിചാരിച്ച്. അപ്പോൾ ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോണ വഴിക്ക് എയർപോർട്ട് ഡ്രോമിലേക്ക് പോണ വഴിക്കാണ് ഇവരുടെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയണത് ഓടിയിട്ട് വീട് തണില്ല. ഞാൻ പറഞ്ഞു എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് 75 കിലോമീറ്റർ. അപ്പോൾ എന്ത് പരിപാടിയാണ് അവർ കാണിക്കുന്നത്? 75 കിലോമീറ്റർ അകലെ എന്ന് ഈ 4 ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും കൂടി ഭക്ഷണം കൊണ്ടുവന്ന് തരികയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ അവിടെ ഉള്ള കാരണം അവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും കിട്ടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവരിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചേ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നില്ലേ? അപ്പോൾ കൃപാസനം മാതാവിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അവിടെയുള്ള വീടുകളെല്ലാം ഭേദപ്പെട്ട വീടുകളാണ്. പക്ഷേ നമ്മുടെ അത്രയും പൈസ ഒന്നും അവർക്ക് മുടക്കിയിട്ടില്ല. ആ വീട് ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീടുകളാണ്, അമേരിക്കൻ വീടുകളെല്ലാം. പക്ഷേ ഇവരുടെ വീട്ടിൽ നോക്കുമ്പോൾ ഒരു 10-12 മുറികളുണ്ട് അവരുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചു നിങ്ങളെ 2 നില എടുക്കാമെന്ന് ചോദിച്ചു. ഉടനെ ജീജൻ എന്നാണ് പേര്, ഋദ്യു എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ജീജൻ എന്നോട് പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ മുകളിലത്തെ നില വേണ്ടെന്ന് വെച്ചു. കാര്യം മുകളിലത്തെ നില ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം മുകളിൽ പോയി ഇരിക്കുകയുള്ളൂ. പിന്നെ അവരവിടെ 9 മണി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യണം നമുക്കറിയത്തില്ല. അവരെന്ത് കമ്പ്യൂട്ടറാണ് കാണുന്നത്, അവരെന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, നമുക്ക് നമ്മുടെ ഒരു നില ഉള്ളെങ്കിൽ അവർ നമ്മുടെ കൺമുട്ടത്തുണ്ടാകും. വിളിച്ചാൽ വരും. തന്നെയല്ല 9 മണിയാകുമ്പോൾ തന്നെ അവർ കൊണ്ടുവന്ന് മൊബൈൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളൊക്കെ വലിയ വലിയ എൻജിനീയറിങ് ആൾക്കാരൊക്കെ ആയി അവിടുത്തെ മെയിൻ ആൾക്കാരാണ് പിള്ളേർ. അപ്പം ഞാൻ അവിടുത്തെ ഈ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസം വളർത്തുന്നതിന് വലിയ പാടൊന്നുമില്ല. മാതാപിതാക്കന്മാരൊന്നും ഒക്കെ ആയാൽ മതി. മാതാപിതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ചിട്ടയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് വളരും. ഞാൻ ഓർത്തിരുന്നത് കുഞ്ഞുങ്ങളൊക്കെ വളർന്ന അടക്കായാണെങ്കിൽ മടി വെക്കാം, കവുങ്ങായ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അമ്മമാർ ചുമ്മാ സ്കൂട്ടായി ജാമ്യം എടുക്കണത്. നിങ്ങൾ ജാമ്യമൊന്നും എടുക്കണ്ട. നിങ്ങളുടെ മക്കൾക്ക് മോശത്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളും ഒരു പരിധിവരെ ഞങ്ങളും ഉത്തരവാദികളാണ്. വൃത്തിമേനയുള്ള മാതൃകയുള്ള വൈദികരുടെ എണ്ണം സഭയിൽ കൂടിയ കന്യാസികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബങ്ങളുടെ വിശുദ്ധി കൂടും. അതിന് സംശയം എന്തായിരിക്കണേ? അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ വിശുദ്ധിയുടെ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോണതാണ്. ഇവിടെ ഉള്ള കണ്ണുമേക്കുന്ന നേരത്താണ് നമ്മളിവിടെ നിൽക്കണത്. അപ്പോൾ ഉള്ള കാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉടമ്പടി ജീവിതം കൊണ്ട് ദൈവം നമ്മളിൽ ഉദ്ദേശിക്കുന്നതും ദൈവം നമുക്ക് തരണതും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വേറെ ഒരു മകളെ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞൊന്നും അനുസരിക്കണില്ല അച്ഛാ, കുഞ്ഞ് എപ്പോഴും പറച്ചാമുണ്ടിയെ പോലെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞ് ഉടനെ അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഉടമ്പടി എടുത്ത് വെള്ളച്ചീട്ടുമായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ച് പോകുമ്പോൾ കുഞ്ഞിന് തലയെ വെച്ച്. കുഞ്ഞാണെങ്കിൽ ഒരു അനക്കമില്ല. അതായത് ഇങ്ങനെ മരവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അനങ്ങണില്ല കുഞ്ഞ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയുമോ? കൊച്ചു തല ഉയർത്തിപ്പോലും നോക്കണില്ല. അതിന് 2.5 വയസ്സേ ഉള്ളു. ഞാൻ വന്നതുപോലും അവിടെ അറിയണില്ല കൊച്ച്. ഈ കൊച്ച് അനുസരിക്കണില്ല. കൊച്ച് സാധാരണ മനുഷ്യരെ പെരുമാറണില്ല എന്നാണ് ഇവർ പറയണത്. പക്ഷെ തലേ കൈവച്ചിട്ട് കൊച്ചൊന്ന് അനങ്ങണ്ടേ? ഞാൻ നോക്കുമ്പോൾ കൊച്ച് മൊബൈലിൽ മിക്കി മൗസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ തള്ളോട് ചോദിച്ച് ഇതിൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈലൊന്ന് വാങ്ങിക്കണ്ടേ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? പറഞ്ഞ് ആ മൊബൈൽ വാങ്ങിച്ചാൽ കൊച്ചിവിടെ നരകമാക്കിക്കളയൊന്ന്. എൻ്റെ പൊന്നെ, ആ മൊബൈൽ അവർ മേടിച്ചതും ആ കൊച്ചി എനിക്ക് വേണമെങ്കിൽ കൊച്ചി കളിത്താറ പിടിച്ച് കളയുമെന്ന് ഓർത്ത് കിടന്ന് കാണാൻ തുടങ്ങി. അവസാനം ഞാൻ മൊബൈൽ കൊടുത്ത് പ്രാർത്ഥിച്ച് വിട്ട്. എന്താ സംഭവിച്ചിരിക്കണത്? ഞാൻ പോന്നപ്പോൾ മാതാവിനോട് ചോദിച്ച്, അമ്മേ ഈ 2.5 വയസ്സുകാരന് എന്താണ് മൊബൈലുകൾ? അപ്പോഴെന്താണ്
അമ്മയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊച്ചു ചിണുങ്ങുമ്പോൾ എടുത്ത് കൈ കൊടുക്കും മൊബൈൽ. അല്ലാതെ കൊച്ചു മൊബൈൽ 2.5 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം, അല്ല 7 വയസ്സൊന്നുമില്ല. 2.5 വയസ്സുള്ള കൊച്ചിന് മൊബൈൽ കൊടുത്തിട്ട് മിക്കി മൗസ് കാണുന്നുണ്ടെങ്കിൽ ആ കൊച്ച് ഒരു കണ്ണ് കാണാൻ പറ്റിയ സമയത്ത് തന്നെയാണ് ആ കൊച്ചിന് അത് കൊടുത്തിട്ടുള്ളത്. ഇവൾക്ക് എന്താ ജോലിയോ ഇവൾക്ക് കമ്പ്യൂട്ടർ വർക്കൊക്കെ തുടങ്ങുകയാണ്, പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, പിള്ളേരുടെ കയ്യിൽ മൊബൈൽ എടുത്ത് കൊടുക്കും. പണ്ടാണെങ്കിൽ അമ്മമാരിങ്ങനെ തേനൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോഴത് ചപ്പണത്, അത് കൊടുത്തെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി തേനല്ലേ പോകുള്ളൂ നമുക്ക്. അതിന് പകരം മൊബൈൽ കൊടുത്തപ്പോൾ എന്നാ പറ്റി, ഇനി ഈ ജന്മത്തെ ആ പണ്ടാരത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യത്തിൽ നിങ്ങൾ എന്തും കൊടുത്താൽ നമുക്ക് തിരിച്ചെടുക്കാം, പക്ഷേ മൊബൈൽ കൊടുത്താൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാര്യം കിളവന്മാർ വരെ മൊബൈലിന് അടിപ്പെട്ട് ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കണം ഇപ്പോഴും. കണ്ടില്ലേ നിങ്ങൾ ഓരോരുത്തരെ കണ്ടില്ലേ? എവിടെ നോക്കിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ഇങ്ങനെ ഇരിക്കണം കാണാം, വേറെ ആരും കാണത്തില്ല. ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ കാലത്തിൻ്റെ മേൽ ദൈവം ഉയർത്തിയ ചോദ്യചിഹ്നമാണ് മൊബൈൽ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന രീതികളിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ 2.5 വയസ്സിന് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജന്മത്തെ തന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ആ കുഞ്ഞിന് ഏതാണ്ട് ഒരു ദിവസം 20 മണിക്കൂറാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പറിച്ച് മാറ്റാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നത്. ഇനി ഈ ഒരു 5 കൊല്ലത്തേക്ക് ഈ സാധനത്തിൽ ഇത് കാണിക്കരുതെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ശരിയാകും, പക്ഷേ അവർ കാണിക്കുമെന്ന് തോന്നില്ല. അവർ കൊച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കൊടുക്കും ഇത്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ മൊബൈലിൽ കുഞ്ഞിനെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസവിക്കാൻ പോകണമെങ്കിൽ ഇപ്പം തന്നെ തീരുമാനമായെന്ന് പറഞ്ഞതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പുതിയ ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കണേ ഇത് സംഗതി. നമ്മൾ ചെല്ലണത് എന്ത് കൊടുത്താലും തിരിച്ച് വാങ്ങിക്കാൻ നമുക്ക് ഈ സാധനം കൊടുത്താൽ തിരിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ മക്കളെ വൃത്തിമേനായിട്ട് വളർത്താൻ പറ്റും. വിചാരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കളുടെ രീതിയിൽ വളർന്നു പോകും. വിശുദ്ധിയുടെ കാര്യം ഇത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പറയാനാണ് കറങ്ങിത്തിരിഞ്ഞ് വന്നത്. വിശുദ്ധിയും ഇത്രയേ ഉള്ളൂ. വിശുദ്ധി പാടുള്ള വിഷയമാണെന്ന് നമ്മളോട് പറഞ്ഞത് പിശാചാണ്, അല്ല ദൈവമല്ല. നീ എൻ്റെ മുമ്പാകെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നീ വിശുദ്ധനാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിട്ട് അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും. മൊബൈൽ ആദ്യം തന്നെ ഉടമ്പടിയുടെ വെളിപാട് അതാണ്. അനുസരിക്കാൻ തയ്യാറായാൽ ഐ ആം റെഡി ആമേൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്, അനുഗ്രഹം പ്രാപിക്കും. വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധിയുടെ അഭിഷേകം നിനക്ക് തരും. കയ്യടിക്കട്ടെ, ശ്രുതിക്കടല്ലേ. കർത്താവ് കാണിച്ചു തന്ന വചനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് അവസാനിപ്പിക്കുന്നത്. ആ വചനത്തിന് താഴെ അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം വേരില്ലാത്ത കൊണ്ട്. വേരെന്താണ്? പരസ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് വേരെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ ശേഷം താഴെ വരുന്ന വചനം വായിച്ച് മുള്ളുകളുടെ ഇടയിൽ വീണതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 15 വായിച്ച് 8-15. നല്ല നിലത്ത് വീണതോ, പറഞ്ഞു നല്ല നിലത്ത് വീണതോ, വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇതാരാണ് ശരിക്കും പറഞ്ഞ? ഇതാണ് മറിയം എന്ന് പറഞ്ഞ ആള്. പിടികിട്ടിയ? അതായത് മറിയത്തിൻ്റെ വാട്ടർ മാർക്കുകൾ ഇങ്ങനെ ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ പോയിരിക്കുകയാണ്. മറിയമെന്ന് നേരിട്ട് പറയത്തില്ല, മറിയത്തിൻ്റെ സ്വഭാവങ്ങൾ പറയും, രീതികൾ പറയും, സംസ്കാരം പറയും. മറിയം സംസ്കാരത്തിലുള്ളൊരു വചനമാണിത്. എന്താണിത്? മറിയം എന്താ ചെയ്യണത്? നല്ല വിത്ത് വീണതോ വചനം കേട്ട്. പറഞ്ഞേ, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പ്രകടിപ്പിക്കുന്നതാണ്. ചില ഫലത്തിന് സഹിക്കുന്ന സ്നേഹം വേണം, അതാണ് ക്ഷമയെന്ന് പറയണത്. ചില ഫലത്തിന് ഇത്തിരി താമസിക്കും ചില ഫലങ്ങൾ. അതിനെന്ത് വേണം? ദൈവത്തോട് സ്നേഹം വേണം. പിന്നെന്താണ്? ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു സഹനവും വേണം. അല്ലാതെ ഉടമ്പടി എടുത്തല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ അവക്ക് കിട്ടിയല്ല, ഉടമ്പടി എടുക്കാത്ത അവക്ക് കിട്ടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടി ഡൗൺ ആക്കരുത്. ക്ഷമ പോയെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ക്ഷമയെന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ആ ക്ഷമ ചില കാര്യങ്ങൾ നിറവേറാൻ ദൈവത്തിൻ്റെതാണ് സമയം. ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ ദൈവത്തിൻ്റെ സമയമാണ് നിനക്ക് കുറിച്ച് തരണത്. അപ്പോഴേ ദൈവത്തിൻ്റെ സമയം കുറിച്ചാൽ എല്ലാം ശരിയായിരിക്കും. ഇപ്പോൾ ഉടമ്പടി എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ഉടമ്പടി തരാമായിരുന്നു, തന്നില്ലല്ലോ.
പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് തന്നത്? അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പം 11 കൊല്ലം കഴിഞ്ഞാണ് ഉടമ്പടി തന്നത്. ആ ഉടമ്പടി തന്നെങ്കിലും അത് കോവിഡ് വരെ ഒരുമാതിരിപ്പെട്ട ഒരു ഫസ്റ്റ് ലെയർ ആൾക്കാർ ഉടമ്പടി എടുത്തു കഴിഞ്ഞോ? കോവിഡ് കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഉടമ്പടി വളർന്നു വരാൻ കാര്യം ആ ഉടമ്പടി 18 വരെ എടുത്തു പോയവർക്ക് ഫലമുണ്ടായി. അവരെല്ലാം സാക്ഷ്യങ്ങളും കൊണ്ടാണ് ഉടമ്പടി നമ്മളുടെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ കൃപാസനത്തിലേക്ക് വന്ന ജനം എന്തുകൊണ്ടാണ് വന്നത്? 16-ലും 17-ലും 18-ലും അവർക്ക് കിട്ടിയ വലിയ സാക്ഷ്യങ്ങൾ കൊണ്ട് ദേ ആർ കമ്മിങ് കാരിങ് ദ ഷീപ്സ് എന്ന് പറയത്തില്ലേ, അവർ കരഞ്ഞുകൊണ്ട് വിത്തുമായിട്ട് വന്നവരെ, വിതച്ചിട്ട് പോയവരെ അവർ തിരികെ കൊയ്ത കറ്റയുമായി സന്തോഷത്തോടെ ആർപ്പോടെ തിരിച്ചു വന്നു. അവിടെ ആർപ്പ് വിളികളാണ് സാക്ഷ്യമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർപ്പ് വിളികളാണ് സാക്ഷ്യങ്ങൾ. അത് കേൾക്കുമ്പോൾ ആമയും പറയുകയും ഹല്ലേലൂയ പറയുകയും എന്നെയും ആർപ്പ് വിളിക്കാൻ അവകാശി ഓഹരിമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ സമയം, ചില കാര്യങ്ങൾക്കുള്ള സമയം ദൈവം നിശ്ചയിക്കും. ആ നിശ്ചയിക്കുമ്പോൾ അത് 1.5 സമയമായിരിക്കും. എല്ലാ കാര്യവും ഒത്തുവരണ സമയം ദൈവത്തിന് അറിയാം. അപ്പോൾ നിൻ്റെ ചില വിഷയങ്ങൾക്ക് ദൈവമാണ് അപ്പം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത ക്ഷമയോട് കാണിക്കരുത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ഇടത്തിലാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കണം എന്നുള്ള ബോധ്യം ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവസ്നേഹമാണ്. ഉടമ്പടിയുടെ ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല, അതൊരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി എങ്കിൽ, പ്രോട്ടോക്കോളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും, പൊട്ടത്തില്ല. ഉടമ്പടിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും, സ്വജാതിയരെന്നും വിജാതിയരെന്നും. സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല, ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും. മനസ്സിലായില്ലേ? ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിൽ. അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ്? ലോകത്തിൻ്റെ ജാതിയും. ഇതിലെവിടെയാണ് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി. ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ, ഓഫ് ലെറ്റർ വന്നില്ലല്ലോ, വസ്തു വിൽക്കാൻ ആൾ വന്നില്ലല്ലോ, മക്കളെ കിട്ടിയില്ലല്ലോ, അവർക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപരാധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി. ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കവർ, ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും. ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ്. നമുക്ക് ഇപ്പം നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ, എന്നാൽ ചുടുവെള്ളി തരം വേണമെങ്കിലും പറയാം അല്ലേ? ആ ഒരു ബന്ധത്തിലേക്ക് വരും. ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത്? ഈ വിജാതീയ സ്വജാതീയ പക്ഷങ്ങൾ ക്രിസ്തു ഉണ്ടാക്കിയതാണ്. ആരാണ് വിജാതിരെന്ന് ആരാണ് സ്വജാതിരെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. മത്തായി ശ്രീഹയുടെ സുവിശേഷം 5:47 എടുത്ത്, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസായിട്ടൊരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ മദർ ക്വസ്റ്റ്യൻ എന്താണ്? എവഞ്ചലി, അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉടമ്പടിയുടെ ഒരു വിഷയം അതായത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
പുകഴ്ചയും നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്, അതായത് അതിൻ്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാ പറയണത്? വിജാതീയരും അങ്ങനെ തന്നെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ ആരാണ് വിജാതീയര്? അതായത് വിശേഷ വിദ്യയായി ആരെല്ലാം ചെയ്യുന്നില്ല അവരെല്ലാം വിജാതീയരാണ്. ബൈബിളിൻ്റെ ഒരു ലെവൽ കണ്ടില്ലേ? വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല, അവരെല്ലാം ബ്രാൻഡഡ് ജെൻഡേഴ്സ്. ഈ ബ്രാൻഡഡ് ജെൻഡേഴ്സ് ആണ് ഉടമ്പടി ഓപ്പൺ ആക്കി കിട്ടാത്തത്. എന്നുവെച്ചാൽ നമ്മൾ വിശേഷ നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം. എന്താണ്? നമ്മൾ വിശേഷ വിധിയായി ചെയ്യുന്നവരെന്താ ചെയ്യണത്? അവരേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ല, സ്നേഹമാണ്, ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം. ദൈവസ്നേഹത്തിനെതിരെ നിൽക്കുന്ന വചനം എന്താണ്? ഭയമാണ്. സ്നേഹത്തിലെ ഭയത്തിന് സ്ഥാനമില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 4:18 വായിച്ചോളൂ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിലെ ഭയത്തിന് ഇടമില്ല. ഈ നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിലൊക്കെ ഭയമുണ്ട്. ആ ഒരു താലന്ത് കൊടുത്തവൻ എന്നാ ചെയ്ത് കൊണ്ടുപോയി കുടിച്ചിട്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവൻ കുടിച്ചിട്ടിരിക്കണം എന്ന് നോക്കിക്കേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. മത്തായി 25, 24, 25 തിരുവചനങ്ങൾ. മത്തായി 25, 24 വായിച്ചോളൂ. ഒരു താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു. പറഞ്ഞേ. ഒരു താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു. ഒരു താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് ഞാൻ ഭയപ്പെട്ട്. അവർക്ക് സംഭവിച്ചത് എന്താണ്? ഭയമാണ്. ഭയം കാരണം സുവിശേഷ വേല ചെയ്യാൻ പറ്റണില്ല. നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് മടിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മടിയൻ അതായത് മറ്റുള്ളവരെ നല്ലവനും വിശ്വസ്തനും എന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണത് എന്താണ്? മടിയനും ദുഷ്ടനും എന്നാണ്. എന്താ വിളിക്കണത്? ദുഷ്ടനും മടിയനുമായ രണ്ടു തരം മനുഷ്യരാണ് ദൈവത്തിന് മുമ്പിലുള്ളത്. ഒന്ന് നല്ലവനും വിശ്വസ്തനും, രണ്ടാമത്തെ ആരാണ്? ദുഷ്ടനും മടിയനും. ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം. നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാണ് ബൈബിൾ പറയണത്. കളി മാറുവേ. നീ മടിയനാണെങ്കിൽ നിന്റെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം, രോഗികൾ നാളെ പോയി കാണാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ്? അവിശ്വസ്തനാണ്. അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ആരാണ്? ദുഷ്ടനായിട്ടാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല. ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കിട്ടാത്തത് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ഒന്നും ചെയ്യത്തില്ല. അവൻ്റെ താലന്ത് ഇങ്ങോട്ട് എടുക്കാൻ പറയും, കൊടുത്ത ഉടമ്പടി തിരിച്ചെടുക്കും. നിങ്ങളിവിടെയൊക്കെ കെട്ടിത്താത്തിട്ട് പോകാം, പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും. എന്താ കാര്യം? പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദുഷ്ടനും മടിയനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവസ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷ വിധിയായി ചെയ്യുന്നവരാണ് ഉടമ്പടി ക്രാക്കാക്കുന്നവരെ, ഉടമ്പടി ഫയറാക്കുന്നവരെ. ഇതിൻ്റെ ടെക്നോളജിയാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആർക്ക് വേണമെങ്കിലും
ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും. കാര്യം ഇത് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത്. കവനൻ്റ് എന്ന് പറയുന്ന സങ്കല്പം. അത് നിങ്ങൾ ടേക്ക് എ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കണ്ടില്ലേ? ഇതിലെല്ലാം വെളിവാകണ ദൈവത്തിൻ്റെ ഗൂഢത, മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേടുകളാണിതെല്ലാം. വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളതാണ്. അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിനകത്ത് പ്രത്യേകിച്ച് മഹാത്മ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു, മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു, 12 മണി വരെ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുന്നു, രാവിലെ അവരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു, പണ്ടിയെ കൊണ്ട് ആക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യപ്രവൃത്തിയാണ്. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ട ഒരു അമ്മയെന്ന രീതിയിൽ, അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ ഭർത്താവിന് നോക്കണില്ലേ, എൻ്റെ കടമയല്ലേ അത്? ശരിയാണ്, കൽപ്പിക്കപ്പെട്ടതാണത്. എൻ്റെ ഭർത്താവിനെ കിടപ്പ് രോഗിയല്ലേ, അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ, ഞാൻ തന്നെ വേലയെടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ, മരുന്നിന് കൊടുക്കണില്ലേ, എല്ലാം ഞാൻ ചെയ്യണില്ലേ? നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും. വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോവും. മനസ്സിലായില്ലേ? അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട്. ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗ്രേസിൻ്റെ കാര്യം. അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം. അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ആർക്കും കിട്ടും, നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും. അവൻ ജനിച്ചു പോയില്ലേ, അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ കൃപ എന്ന് പറയണത് വേറെയാണ്. കൃപ എന്ന് പറയുന്നത് പവർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്തു വഴി ഉണ്ടായതാണ്. അതെപ്പോഴും നാം മനസ്സിലാക്കണം. കാരണം ക്രിസ്തു വഴി എങ്ങനെയാണ് ഉണ്ടായത്? ക്രിസ്തു വഴി ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയും സത്യവുമാകട്ടെ, പറഞ്ഞ കൃപയും സത്യവുമാകട്ടെ, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ യേശു ക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ. എങ്ങനെയാണ് ഉണ്ടായത്? അത് അതെപ്പോഴും ഉണ്ടായത് 12:18 അനുസരിച്ചുകൊണ്ടാണ്. ഏത്? മത്തായിയുടെ സുവിശേഷം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. പിതാവിന്റെ ആത്മാവിന്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു. അതിനാണ് കൃപയെന്ന് പറയുന്നത്. ക്രിസ്തുവിന് അത് എങ്ങനെയാണ് കിട്ടിയത്? അത് ഫിലിപ്പിയർ 2:6 അനുസരിച്ച് കിട്ടിയതാണ്. എന്താണ്? അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളവും കുരിശുമരണത്തോളവും തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി. അങ്ങനെ അത്യധികം ഉയർത്തുന്ന പ്രോസസ്സിനാണ് കൃപയെന്ന് പറയണത്. കൃപ അവൻ്റെ നാമത്തിൻ്റെ തൽഭവമോ തത്സമവുമായി. അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും, കൃപാപര പ്രവൃത്തികളും, പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. കൈയടിച്ച് കർത്താവ്.